ആലപ്പുഴ അപകടത്തിൽ മരിച്ച ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. പിതാവിന്റെ കുടുംബ വീടായ കോട്ടയം മറ്റക്കരയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ജോസി ബാബു വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ജോസി, വളരെ സങ്കടകരമായ കാഴ്ച തന്നെയാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അമൃത, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. അല്പം മുമ്പാണ് വീട്ടിൽ നിന്നും വീടിന്റെ സമീപത്തെ പുരയിടത്തിലേക്ക് മൃതദേഹം എത്തിച്ചത്. സംസ്കാരത്തിന്റെ ചടങ്ങുകളുടെ ഭാഗമായുള്ള പൂജാകർമ്മങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പുതു സഹോദരന്റെ മക്കളായ നവദേവ്, ആദിദേവ് എന്നിവരാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിയ മൃതദേഹത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ഈ സമയം വരെയും അങ്ങനെ ഒഴുക്ക് തുടരുകയാണ്. ദേവനന്ദന്റെ പിതൃ സഹോദരന്റെ വീടാണ് ഈ കോട്ടയം മറ്റക്കരയിലുള്ളത്. മലപ്പുറം സ്വദേശിയായ ദേവനന്ദൻ ഈ കുടുംബവുമായി അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും പിതൃ സഹോദരന്റെ മക്കളുമൊക്കെയും ഒപ്പം നാട്ടുകാരും ഒക്കെയും അടങ്ങുന്ന വലിയ കുടുംബം ഈ വേദന ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും. പെട്ടെന്നാണ് ഈ അപകടം ഉണ്ടായതും അത് കുടുംബം അറിയുന്നതും. എന്തായാലും ഈ പഠിക്കാനേറെ മിടുക്കനായിരുന്ന ദേവനന്ദനെയാണ് എല്ലാവർക്കും ഓർമ്മ. എല്ലാവരോടും സൗഹൃദം സൂക്ഷിച്ചിരുന്ന, കളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദേവനന്ദൻ എല്ലാ ആഴ്ചയിലും മാതാപിതാക്കളുടെ കിടക്കയിൽ വീഡിയോ കോൾ വിളിക്കുകയും അതോടൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ദേവനന്ദന്റെ ഓർമ്മകളൊക്കെ ഇന്നലെ തന്നെ നമ്മൾ പങ്കുവച്ചതാണ്. മന്ത്രി വി.എൻ. വാസവൻ അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി അനുശോചനം രേഖപ്പെടുത്തി. എന്തായാലും ഇപ്പോഴും അണമുറിയാതെ ആളുകളുടെ ഒഴുക്ക് ഈ അവസാന മണിക്കൂറുകളിലും ദേവനന്ദനെ ഒരു നോക്ക് കാണാൻ തുടരുകയാണ്. പഠിക്കാനേറെ മിടുക്കനായിരുന്നു ദേവനന്ദൻ. 10ാം ക്ലാസ് വരെ മലപ്പുറത്ത് മാതാപിതാക്കൾക്കൊപ്പം നിന്നായിരുന്നു പഠിച്ചത്. അതിനുശേഷം +2 പഠനം കോട്ടയത്ത് ഈ കാനിക്കാടുള്ള ഒരു സ്വകാര്യ സ്കൂളിലായിരുന്നു. ആ പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് നടത്തി. ആദ്യ ചാൻസിൽ തന്നെ പരീക്ഷ മെറിറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ പഠിക്കാൻ മിടുക്കനായ ഒരു യുവാവ്, ചെറുപ്പക്കാരൻ. അയാള് നാടിന് നഷ്ടമാവുകയാണ്. 5 ഡോക്ടർമാർ നഷ്ടമായതിൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള 2 പേരാണ് ഡോക്ടർമാരാവേണ്ട 5 വിദ്യാർത്ഥികളാണ് കോട്ടയം ജില്ലയ്ക്ക് നഷ്ടമായത്. പൂഞ്ഞാർ സ്വദേശിയായും വിദ്യാർത്ഥിയും ഈ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. എന്തായാലും ദേവനന്ദന്റെ പിതാവ് ബിൻരാജ് മലപ്പുറത്ത് സ്കൂളിലെ അധ്യാപകനാണ്. മാതാവ് വാണിജ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയാണ്. സഹോദരൻ പോണ്ടിച്ചേരിയിൽ MBBS 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ 2 ഡോക്ടർമാരെന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരം ഒരു പ്രതീക്ഷ കുടുംബം വെച്ചു പുലർത്തുന്നതിനിടെയാണ് തീരാനോവായി ദേവനന്ദന്റെ വേർപാട്. ദേവനന്ദന്റെ പിതൃ സഹോദരന്റെ മക്കൾ ആണ് പൂജാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്നലെ ഇവിടെ എത്തിച്ചപ്പോൾ മുതൽ തന്നെ ഓരോ നിമിഷവും ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. പൊതുപ്രവർത്തകരും സാമൂഹ്യ, രാഷ്ട്രീയ, മത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള നേതാക്കളൊക്കെയും നേരിട്ടെത്തി അനുശോചനം രേഖപ്പെടുത്തി. എന്തായാലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര വേദനാജനകമായ കാഴ്ചകളായിരുന്നു ഇന്നലെ. അതിദേവിന്റെ കുടുംബത്തിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ മുതൽ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും വേദന നാം നേരിട്ട് കണ്ടതാണ്. നാടിനൊപ്പം കുടുംബത്തിനൊപ്പം എല്ലാവരും ചേർന്ന് ദേവനന്ദന് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ മറ്റക്കരയിലെ പിതാവിന്റെ കുടുംബ വീട്ടിൽ പുരോഗമിക്കുകയാണ്. അമൃത, അതെ, ഇന്നലെ ഈ മൃതദേഹം കോളേജിൽ എത്തിച്ചപ്പോഴും പൊതുദർശനത്തിന് ആളുകൾ വന്നപ്പോഴും ഒക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടത് തന്നെയാണ്. ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണീര് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീട്ടിലായാലും ശരി, ജോസി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. അപ്പോൾ തുടങ്ങിയതാണ് ആളുകൾ വരാനും അവസാനമായി ദേവനന്ദനെ ഒന്ന് കാണാനും ഒക്കെ. അപ്പോൾ എത്രത്തോളം ആ നാട്ടുകാർക്കുമൊക്കെ പ്രിയപ്പെട്ടവരാണ് ആ കുട്ടി എന്നുകൂടിയാണ് ആ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അമൃത, ദേവനന്ദൻ അത്രത്തോളം പ്രിയങ്കരനായിരുന്നു. കേവലം ഒരു വിദ്യാർത്ഥി എന്നതിനപ്പുറം നല്ലൊരു കുടുംബാംഗങ്ങളുമായി വളരെ വ്യക്തിപരമായ അടുപ്പം പുലർത്തിയിരുന്ന ആളാണ് ദേവനന്ദൻ. ഇന്നലെ ദേവനന്ദന്റെ മുത്തശ്ശൻ നാരായണ പിള്ളയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ
അദ്ദേഹം പറയുകയായിരുന്നു, ഓണക്കാലത്തൊക്കെയും വന്ന് അവധിക്കാലത്ത് വരികയും എപ്പോഴും കുടുംബവുമായി സന്തോഷം പങ്കിടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാ ആഴ്ചയിലും വിളിച്ച് വിവരങ്ങൾ തിരക്കി രോഗാവസ്ഥയും കാര്യങ്ങളുമൊക്കെയും തിരക്കുന്നൊരു കുട്ടി. അങ്ങനെ ആ നിലയ്ക്ക് വളരെ കുടുംബത്തോട് വളരെ സ്നേഹം പുലർത്തിയിരുന്ന ഒരുപാട് സൗഹൃദങ്ങളുള്ള കുട്ടി. ആ നിലയ്ക്ക് ഇവർക്ക് അതൊരു തീരാ നോവാണ്. നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റുന്നതിനപ്പുറമാണ് ഇവരുടെ നഷ്ടം ഈ കുടുംബത്തിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ 2 ഡോക്ടർമാരെന്നുള്ള വലിയൊരു പ്രതീക്ഷയും സ്വപ്നവും വെച്ച് പുലർത്തുന്ന മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കിടയിലേക്കാണ് ഇനി ദേവനന്ദൻ ഇല്ല എന്നുള്ള വാർത്ത അറിയുന്നത്. ഇന്നലെ ഈ അപകട വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ മലപ്പുറത്ത് നിന്നും ഇവരുടെ മാതാവും പിതാവും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ മകനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അനുശോചനം രേഖപ്പെടുത്തുവാനും എല്ലാവരോടും വളരെ സൗഹൃദം സൂക്ഷിച്ചിരുന്ന, എല്ലാവർക്കും സ്നേഹത്തിന്റെ നന്മയുടെയും മാത്രം കഥ പറയാനുള്ളൊരു വിദ്യാർത്ഥി. അവൻ ഇനിയില്ല. ഡോക്ടറാകാൻ ആഗ്രഹിച്ച് മാതാപിതാക്കൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോളേജിൽ കൊണ്ടാക്കിയ വിദ്യാർത്ഥി പെട്ടെന്നുള്ളൊരു അപകടത്തിൽ നഷ്ടമാകുന്നവന്റെ സുഹൃത്തുക്കൾ 5 പേർക്കൊപ്പം ആ 5 പേരിൽ ഒരാളെ അവനും ഇനിയില്ല. അങ്ങനെ അവർക്ക് ഇപ്പോഴും ആ വേദന ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ആ യാഥാർത്ഥ്യത്തെ പതിയെ മനസ്സിലാക്കണം. കുടുംബം ആ നിലയിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ഒരിടത്തിലെ ചിതയിലേക്ക് മൃതദേഹം എത്തിച്ചു. അവിടെയുള്ള പൂജാകർമ്മങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രതി സഹോദരന്റെ മക്കളാണ് കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മൃതദേഹം എത്തിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നതിന് പോലെ തന്നെ വലിയ ജനത്തിരക്ക് ഇവിടെയും ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഒറ്റക്കര എന്നത് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഉള്ളിലേക്ക് ഒരു നാട്ടിൻപുറം. ആ ഗ്രാമപ്രദേശത്ത് ഒരു തീരാനോവായി ദേവനന്ദൻ മാറി. ദേവനന്ദന്റെ തീരാനോവിൽ നാടും വീട്ടുകാർക്കൊപ്പം കേഴുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ദേവനന്ദൻ പൂർണ്ണമായും ഓർമ്മയായി മാറും. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ ജോസി? സംസ്കാര ചടങ്ങുകൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂർത്തിയാകും. അന്തിമ ഘട്ട നടപടികൾ, സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആലപ്പുഴ അപകടത്തിൽ മരിച്ച ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. പിതാവിന്റെ കുടുംബ വീടായ കോട്ടയം മച്ചക്കരയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് മച്ചക്കരയിലെ വീട്ടിലേക്ക് ദേവനന്ദന്റെ മൃതദേഹം എത്തിക്കുന്നത്. നിരവധി ആളുകൾ, നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെയായ നിരവധി ആളുകൾ ദേവനന്ദന് അവസാന യാത്ര നൽകാനായി ഇന്നലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊതുദർശനം ഒക്കെ പൂർത്തിയായി. സംസ്കാര ചടങ്ങുകൾ മച്ചക്കരയിലെ വീട്ടുവളപ്പിൽ പുരോഗമിക്കുകയാണ്. കണ്ണീരോടെ വിട നൽകുകയാണ് ദേവനന്ദന് നാട്. നേരത്തെ ജോസി സൂചിപ്പിച്ചതുപോലെ തന്നെ മുത്തച്ഛനായാലും വീട്ടുകാരായാലും വളരെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ മാത്രം ഓർത്തെടുക്കുകയാണ് ദേവനന്ദനെ. വീട്ടുകാരെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, എപ്പോഴും വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന തങ്ങളുടെ പ്രിയ മകൻ ഇനിയില്ല എന്നുള്ള കാര്യം അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടിലാണ് ആ വീട്ടുകാരും ആ നാടും ഒന്നടങ്കമുള്ളത്. അവിടെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ജോസി ബാബു തുടരുന്നുണ്ട് അവിടെ നിന്ന്. ജോസി, ഈ സംസ്കാര ചടങ്ങുകൾ ഇന്നലെയാണല്ലോ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇന്നലെ മുഴുവൻ വീട്ടിൽ തന്നെയാണോ മൃതദേഹം ഉണ്ടായിരുന്നത്? ഈ പൊതുദർശനമൊക്കെ എപ്പോഴാണ് പൂർത്തിയായത്? മൃത സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഉച്ചയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം ദേവനന്ദൻ അഗ്നിയിൽ അമരും. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം മറ്റക്കരയിലെ വീട്ടിലെത്തിച്ചത്. അപ്പോൾ മുതൽ ആളുകളുടെ അണമുറിയാത്ത ഒഴുക്ക് ഇവിടേക്കുണ്ടായിരുന്നു. ഇന്നും നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും എത്തി. അതോടൊപ്പം തന്നെ ദേവനന്ദൻ പഠിച്ച കോളേജിലെ സഹപാഠികളും സുഹൃത്തുക്കളും എത്തി. കൂടാതെ +2 പഠനകാലത്തിലെ സുഹൃത്തുക്കളും എത്തിയും ദേവനന്ദനെ
അവസാനമായി യാത്രയപ്പ് നൽകുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു നാട് മുഴുവൻ ഒരു കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം നിൽക്കുകയാണ്. മാതാപിതാക്കളുടെയും സഹോദരന്റെയും ബന്ധുക്കളുടെയും കണ്ണീരിനും വേദനയ്ക്കൊപ്പം ഒരു നാട് മുഴുവൻ കീഴുകയാണ്. ദേവനന്ദൻ എന്ന 19കാരൻ ഇനി ഓർമ്മ മാത്രമാവുകയാണ്. പഠിക്കാൻ മിടുക്കനായിരുന്ന, എല്ലാവരോടും സ്നേഹിക്കുന്ന, എല്ലാവരോടും ചിരിക്കുന്ന, എല്ലാവരോടും സൗഹൃദം സൂക്ഷിച്ചിരുന്ന പ്രിയ മകൻ ഇനിയില്ല എന്നത് ആ കുടുംബത്തിന് ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ടില്ല. ആ യാഥാർത്ഥ്യത്തിലേക്ക് അവർ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നലെ മുതൽ മാതാപിതാക്കൾ വേദനയോടെ ഭൗതിക ശരീരത്തിനവിടെ അടുത്തിരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. മലപ്പുറത്ത് മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ അവസാനമായി പ്രിയമകനെ കാണാൻ എത്തിയിരുന്നു. കൂടാതെ പോണ്ടിച്ചേരിയിൽ MBBS വിദ്യാർത്ഥിയായ മൂത്ത സഹോദരൻ ദേവദത്തന്റെ സുഹൃത്തുക്കളും സഹപാഠികളുമൊക്കെയും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ മറ്റക്കരയിൽ പൂർത്തിയായിരിക്കുന്നു. ചിതയ്ക്ക് തീ കൊളുത്തി ചടങ്ങുകളുടെ അവസാന നടപടികൾ പൂർത്തിയാക്കിയ ആളുകൾ മടങ്ങുകയാണ്. അമൃത. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. പിതാവിന്റെ കുടുംബ വീടായ കോട്ടയം മറ്റക്കരയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടന്നത്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.